നാട്ടുകാരെയൊക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നെ ഞാൻ ഇന്നലെ വന്നപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇത് കാണുന്നത് ഇപ്പോൾ ഇത്രയ്ക്ക് ഇത് ഗുരുതരമെന്ന് ഇന്നാ കാണുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും വന്നു, പോലീസിനെ വിളിച്ചു. പോലീസ് അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ പോലീസ് വന്ന് വേണ്ട നടപടിയൊക്കെ സ്വീകരിച്ചിട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയാൻ പറ്റും. പോലീസിൻ്റെ അങ്ങോട്ട് പോവുക, അന്വേഷിച്ചിട്ട് ബാക്കിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാം. ഇടയ്ക്ക് വരും, ആഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ മാസത്തിലൊരാൾക്ക്. പിന്നെ ഇവിടെ ഇവരുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞവരുണ്ട്, അവർ വന്ന് തൂത്തുകാരിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവരിടയ്ക്കിടയ്ക്ക് വരുന്ന വീടാണ്. എന്താ ഇങ്ങനെ പറ്റിയെന്ന് അറിയാൻ വയ്യ. 4 ചുറ്റും വീടും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചലിൽ വീടിന്റെ കതകിന് തീയിട്ട ശേഷം കതക് തകർത്ത് മോഷണം നടത്തി. കൊല്ലം അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ഉല്ലാസിന്റെ വീടിന്റെ 2ാമത്തെ നിലയുടെ മുൻവശത്തെ കതകിനാണ് മോഷ്ടാവ് തീയിട്ടത്. ആൾതാമസം ഇല്ലാത്ത വീടായതിനാൽ മോഷണ വിവരം പിന്നീടാണ് അറിഞ്ഞത്. ഉല്ലാസും കുടുംബവും തിരുവനന്തപുരത്താണ് നിലവിൽ താമസം. മോഷണ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഉല്ലാസ് അഞ്ചൽ പോലീസിൽ പരാതി നൽകി. പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. വീടിനകത്ത് കയറിയ മോഷ്ടാക്കൾ അലമാരകളും മേശകളും കുത്തി തുറന്ന് സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടാണ് മടങ്ങിയത്. വീടിന്റെ അടുക്കള കതകും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ട്രൂത്ത് വിഷൻ ന്യൂസ്, അഞ്ചൽ.